ഡ്രോ ആൻ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് √6. അവിടെ സൈഡ് √6 ആണ്. അപ്പോൾ നമ്മൾ 6നെ ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. 6 എന്ന് പറഞ്ഞാൽ നമുക്ക് 1 × 6 6 എന്ന് എഴുതാം. പക്ഷെ ആ നമ്പർ നമുക്ക് ഫിഗർ നന്നായിരിക്കില്ല. അപ്പം നമുക്ക് 2 × 6 = 2 × 3 6 എന്ന് എഴുതാം. 6 = 2 × 3. അപ്പോൾ നമുക്ക് 2ഉം 3 എടുക്കാം. അപ്പോൾ നമ്മളൊരു ലൈൻ വരയ്ക്കാം. 5 സെൻറ്റിമീറ്ററിൽ 2 + 3 = 5. ഇവിടെ 2 + 3 ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. 2 + 3 = 5. 5 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കുക. അതിൽ 3ഉം 2ഉം 3 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററും മാർക്ക് ചെയ്യും. ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. ഇതിന് നമുക്കൊരു പേര് കൊടുക്കാം, AB എന്ന് പേര് കൊടുക്കാം. ദെൻ ഈ ABയുടെ സെൻറ്റർ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. അപ്പോൾ എയിലും ബിയിലും കോമ്പസ് വെച്ചിട്ട് താഴേക്കും മുകളിലേക്കും നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. ഡോട്ടഡ് ലൈനാണ് ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. അപ്പോൾ നമുക്കിതിൻ്റെ സെൻറ്റർ കിട്ടി. ഈ ലൈനിൻ്റെ സെൻറ്റർ കിട്ടി. ഈ ലൈനിൻ്റെ സെൻറ്ററിൽ നമ്മൾ കോമ്പസ് വെച്ചിട്ട് എയിലേക്ക് പെൻസിലും വെച്ചിട്ട് നമ്മളൊരു സെമി സർക്കിൾ വരയ്ക്കുക. സെമി സർക്കിൾ വരച്ചു. ഓക്കെ ദെൻ നമ്മളിവിടെ 2 സെൻറ്റിമീറ്ററുടെ 3ഉം 2ഉം കൂടെ ഡിഫറെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്കൊരു പേര് കൊടുക്കാം, സി എന്ന് പേര് കൊടുക്കാം. ഓക്കെ ഇനി സിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ സെമി സർക്കിളിലേക്ക് വരയ്ക്കാം. സിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ സെമി സർക്കിളിലേക്ക് വരച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ CD എന്ന് പേര് കൊടുക്കാം, D. അപ്പോൾ ഈ CD-യുടെ ലെങ്ത്ത് √6 ആയിരിക്കും. അതായത് AC × CB = CD² ആണ്. അപ്പോൾ AC എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 × 2 = CD². 6 = CD². CD = √6. അപ്പോൾ ഇവിടെ CD നമുക്ക് √6 കിട്ടി. ഇനി ഈ √6 ആണ് നമ്മുടെ ഇക്വിലേറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ്. അപ്പം നമ്മൾ ഈ √6ൻ്റെ CD-യുടെ അളവ് കോമ്പസിലെടുക്കുക. CD-യുടെ അളവ് കോമ്പസിലെടുത്തിട്ട് നമ്മൾ സിയിലും ഡിയിലും കോമ്പസ് വെച്ചിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ കിട്ടി. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വിലേറ്ററൽ പേര് കൊടുക്കാം. നമുക്ക് DC ABCDE എന്ന് പേര് കൊടുക്കാം. ഓക്കെ അപ്പോൾ ഒരു ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാനുള്ള മെത്തേഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. √6 ആയിട്ടുള്ള ഒരു ഇക്വിലേറ്ററൽ ട്രയാങ്കിളാണ്. ഇത് എല്ലാ സൈഡ്സും √6 ആണ്. √6 ആയിട്ടുള്ള ഒരു ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. താങ്ക് യു.